കുഞ്ഞോളെ ആദിയെ സൽമാത്ത ഓടി പറയോ എന്താടി എന്റെ പഠിച്ചോന്റെ ദിലുവിന്റെ കർച്ചലാണല്ലോ 5-6 മാസമായ പെണ്ണാണ് വല്ലോട്ട് തട്ടിമുട്ടി വീണാണവലിന്റെ റബ്ബേ കുഞ്ഞോളെ സൽമാത്ത ആദ്യ വേഗം ആയോ കുഞ്ഞോളെ എന്താ ദിലു എന്തിനാ കരയും എന്താണ് കരഞ്ഞൂടെ സൽമാത്ത ഞാൻ റൂം തുറന്ന് നോക്കുമ്പോ കുഞ്ഞോള് ഇവിടെ വീട് കിടക്കുന്നുണ്ട് വിളിച്ചിട്ട് മുട്ടണില്ല എന്റെ പഠിച്ചോനെ എന്താ ഉണ്ടായത് കുഞ്ഞോളെ കുഞ്ഞോളെ എന്താ തിരിയോ കുഞ്ഞോളെ നിക്കു അറിഞ്ഞൂടാ ആദ്യം ഇവിടെ ആദ്യേ മൂത്തമ്മ ആരാ റബ്ബേ കരയുന്നത് എന്താ മക്കളെ ഇവിടെ ഒന്ന് ഓടി വാ മൂത്തമ്മ കുഞ്ഞോട് വിളിച്ചിട്ട് മുണ്ടിടില്ല എന്റെ റബ്ബിലിസത്തായ തമ്പുരാനെ എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത് എന്റെ പഠിച്ചോനെ കൈയൊക്കെ നല്ല തണുത്തക്കണ സൽമാത്ത ഇത് കുറെ നേരമായി വീണിട്ട് മൂത്തമ്മ ആദ്യം ഇവിടെ അവന്റെ കുട്ടിയെ ഓനൊരു കൂട്ടുകാരൻ ചെക്കൻ വന്നപ്പോ ഇപ്പൊ വരാം മൂത്തമ്മ മാറ്റിക്കൂടി എന്ന് പറഞ്ഞാലാണ്ട് പോയതാണല്ല ഇനിയിപ്പൊ എന്താ കാട്ടുക ചതിച്ചല്ലോ റബ്ബേ ഇനിയിപ്പൊ എന്താ കാട്ടുക ദില്ലച്ചത് വേഗം ഓനക്ക് വിളിച്ചൂടെ മൂത്തമ്മ കുഞ്ഞോളെ കുഞ്ഞോളെ സൽമാത്ത ടെൻഷൻ ആകല്ലേ ഞാൻ ആദ്യം ഒന്ന് വിളിച്ചോക്കട്ടെ സൽമാത്ത കുഞ്ഞോളെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ കുഞ്ഞോളെ എല്ലമ്മ അവിടെ മുത്തമ്മ ഓൾക്ക് ആദ്യം ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ട് നല്ല ഉറക്കാണ് ഇതൊന്നും ഓൾ അറിഞ്ഞിട്ടില്ല വേണ്ട അറിയണ്ട മുത്തമ്മ ഇമ്മാന്റെ വാതിലൊന്നും അടച്ചാലേ ഞാൻ അതും കൂടി ഇറങ്ങിയിട്ട് ഇറങ്ങാറാവില്ലേ കുഞ്ഞോളെ സൽമാത്തയുടെ കുട്ടി കണ്ണുറക്കടി പഠിച്ചോനെ കുട്ടി എന്തെങ്കിലും അവിവേകം കാണിച്ച എന്റെ പഠിച്ചോനെ എന്തൊക്കെയാ ഈ പെരട്ടുള്ളിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കുഞ്ഞോളെ കുഞ്ഞോളെ ഒന്ന് കണ്ണുറക്കടി കുഞ്ഞോളെ ഫോൺ കൊണ്ടിട്ടില്ലേ ഇവിടെ തന്നെയാണല്ലോ റിങ് ചെയ്യണത് പഠിച്ചോനിപ്പോ എന്താ കാട്ടുക സൽമാത്ത ആദ്യം ഫോൺ കൊണ്ടിട്ടില്ലേ സൽമാത്ത ഇവിടെ തന്നെയാണ് റിങ് ചെയ്യണത് പഠിച്ചോനെ ഫോണും കൊണ്ടിട്ടില്ലേ ഇനിയിപ്പോ നമ്മൾ എന്താടി കാട്ടുക കുഞ്ഞോട് അങ്ങ് വിളിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരനക്കമില്ലല്ലോ നീ ഇനിയിപ്പോ ആലോചിച്ച് നിൽക്കാനൊന്നും നേരല്ലേ സൽമാത്ത ആദ്യം കാറ് കൊണ്ടിട്ടില്ല ഞാൻ ഡ്രൈവ് ചെയ്തോളാം നമുക്ക് കൊണ്ടുപോവാ അന്നജ് വേഗം വണ്ടി എടുത്തോളൂ നീ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മുത്തമ്മ ആദ്യം വന്നാലുടനെ ദിലുവിനെ കാണിക്കണ ആശുപത്രിക്ക് വരാൻ പറയട്ട അതൊക്കെ ഞാൻ പറഞ്ഞോളാം ജോളം ഇങ്ങോട്ട് താങ്ങിക്കൂടെ ഹരീഷയുടെ കൂടെയുള്ളതാരാ? ഞങ്ങളാണ് ഡോക്ടറെ. ഓൾക്ക് എങ്ങനെയുണ്ട്? പറയാം. കുറച്ച് കഴിഞ്ഞ് സിസ്റ്റർ ഒ പിയിലേക്ക് വിളിക്കും. അന്നേരം ഒ പിയിലേക്ക് വന്നോളൂ. ആയിക്കോട്ടെ. എന്താ തില്ലു എന്തോ പേടിയാവുണ്ടടി. എന്തായിരിക്കും ഓൾക്ക് പറ്റിയിട്ടുണ്ടാവുക? സൽമാത്ത ടെൻഷൻ ആവാണ്ടിരിക്കും. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയില്ലേ, ഡോക്ടറെ കാണും ചെയ്തില്ലേ. എൻ്റെ പഠിച്ചോനെ ഓള് ജീവനൊരു ആപത്തുമില്ലാണ്ട് തിരിച്ചു കിട്ടിയോ മതിയായിരുന്നു. എന്താ ഓള് കാട്ടിയതാണാവോ, എങ്ങനെ ഇപ്പോൾ അവിടെ വീണ് കിടന്നാണാവോ, ഒന്നും അറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല. സിസ്റ്റർ എപ്പോഴാണ് വിളിക്കുകയാണാവല്ലേ. സൽമാത്ത ടെൻഷൻ ആവാണ്ടിരിക്കും. നമ്മൾ പേടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആദ്യം വിളിക്കണ്ട്. ഹലോ, എന്തുണ്ടായത് ദിലോ? നിങ്ങളിപ്പോ എവിടെ? ഡോക്ടറെ കണ്ടോ? ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ആദ്യം.
ഡോക്ടറെ കണ്ട് ഓളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് OPക്ക് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങളോട് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്തുണ്ടായതെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഇതുവരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി OPക്ക് വിളിപ്പിക്കുമ്പോഴായിരിക്കും പറയണ്ടാവുക. നിങ്ങൾ ഓളെ കണ്ടോ? ഇല്ല, പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ റൂം തുറന്ന പാടെ ഓളെ കെടുത്തം കണ്ട് ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഇവിടെ എത്തും വരെ ബോധമൊന്നുമില്ല. ഓക്കെ എന്നാ ഞാൻ അതപ്പോണ്ട് വരാം. എന്താ ആദ്യം താണിക്കണ? ആദ്യം വന്നുകൊണ്ടിരിക്കുക. സിസ്റ്റർ വിളിക്കുന്നത് കാണാനില്ലല്ലോ. ഞങ്ങളോട് ഒപ്പിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ വയോ. ആ എന്താ ഡോക്ടറെ, ഓൾക്ക് എങ്ങനെയുണ്ട്? തൽക്കാലം നമ്മളെ പേടിക്കാനൊന്നുമില്ല. നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1-2 ടെസ്റ്റ് കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. അല്ല മാഡം, ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കാൻ കാരണം എന്താണെന്ന് അറിയാഞ്ഞിട്ടൊരു ടെൻഷൻ. നിങ്ങൾ പേഷ്യൻ്റ് താഴെ വീണ് കിടന്നിരുന്നു എന്നല്ലേ പറഞ്ഞത്? BP ഈസ് വെരി ലോ, അതുകൊണ്ടായിരിക്കാം താഴെ വീണത്. എനിവേ ടൈമിന് കൊണ്ടുവന്നത് നന്നായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? ഞങ്ങൾക്ക് ഓളൊന്ന് കാണാനും വർത്താനം പറയാനും പറ്റുമോ? ആൾ ചെറിയൊരു മയക്കത്തിലാണ്. പേഷ്യൻ്റ് എന്നാൽ എണീക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പേഷ്യൻറ്റിനോട് തന്നെ സംസാരിക്കണം. എനിക്ക് ഷീ ഈസ് വെരി വീക്ക്. പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് ഫുഡും സ്ലീപ്പൊന്നും ഇല്ല. അത് പിന്നെ അവൾ ഒരു 3-4 ദിവസമായിട്ടുണ്ടാവും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഒക്കെ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കും. എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. പ്ലീസ് വെയിറ്റ്. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓള് വീണ് കിടക്കുന്നത് കണ്ടേ മുതൽ വല്ലാത്തൊരു സമാധാനക്കേട്. അതുകൊണ്ടാ. തൽക്കാലം വെയിറ്റ് ചെയ്യാൻ. ഞാൻ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ടെൻഷൻ ആവാണ്ടിരിക്കും സൽമാത്ത. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറയും. സിസ്റ്റർ, ഹരീഷയുടെ ട്രിപ്പ് കഴിഞ്ഞാൽ നീ വിളിച്ചോളൂ. ഇരിക്ക്. എന്താ ഡോക്ടറെ, റിസൾട്ട് വന്നോ? എന്താ പറയാണ്ടെന്ന് പറഞ്ഞെന്ന്? തൽക്കാലം പേടിക്കാനൊന്നുമില്ല. ബട്ട് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടായാൽ ദാറ്റ് വിൽ ബി വെരി കോംപ്ലിക്കേറ്റഡ്. അത് ഹരീഷനെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. She is pregnant. ഡോക്ടർ എന്തോ പറഞ്ഞേ? ഒന്നുകൂടി പറയൂ. മോളെ അമ്മയാൻ പോവാ. ഫുഡ് കഴിക്കാതെയും ഉറങ്ങാതെയും ഇനി ഫൈറ്റ് ചെയ്യരുതേ. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പീരീഡ്സിന്റെ ഡേറ്റ് കറക്റ്റ് അല്ലായിരുന്നോ? അല്ല, അത് കുറേ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോൾ 2-3 മാസമാവും പീരീഡ്സ് ആവാനായിട്ട്. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം. ആഫ്റ്റർ 2 days 2 റിസൾട്ടും കൂടെ കിട്ടാനുണ്ട്. അന്നേരം ഹരീഷ് വരണമെന്നില്ല.
ആരെങ്കിലും വന്നാൽ മതി. ആയിക്കോട്ടെ. അപ്പിനി വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ? മോളുടെ ബോഡി നല്ല വീക്കാണ്. നന്നായി ഫുഡ് കഴിക്കണം, പ്രോപ്പർ സ്ലീപ്പ് വേണം. ഇനി കുഞ്ഞിന് വേണ്ടിയും കൂടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഓക്കെ? ഉറപ്പായിട്ട് ശ്രദ്ധിക്കും ഡോക്ടറെ. ഇനി നേരത്തിന് ഫുഡും ഉറക്കവും ഒക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കുട്ടിക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യൂല. മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ? മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ഫാർമസിയിലേക്ക് ചെന്നോളൂ. ആഫ്റ്റർ 2 weeks ഒന്നും കൂടെ കൊണ്ടുവരാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. നന്ദിക്ക് പോവാ. അൽഹംദുലില്ലാ, ഇപ്പോഴാ ഒരു സമാധാനമായത്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ കുട്ടി വെച്ച്. ഇതിലോ ആദ്യക്ക് വിളിച്ച് പറഞ്ഞാലേ ചെല്ലി. ആദ്യം ഇപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ടാവും. ഇന്നാലും ഞാൻ വിളിച്ച് പറയാം. ഒരു ഗുഡ് ന്യൂസ് അല്ലേ? ആദ്യമാണല്ലോ റബ്ബേ, ഇത് എന്താണാവോ? ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താ ആദി, എന്താ വിളിച്ചേ? അത് പിന്നെ അളിയ, ഞാന് കുഞ്ഞോളൊരു കാര്യം പറയാന്. ആ കാര്യം എന്ത് പറയാനാളിയാ? എനിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല. ഞാനും പഴയതൊന്നും പറയാൻ വിളിച്ചല്ല. കുഞ്ഞോള് ഹോസ്പിറ്റലിലാണ്. ഞാന് അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഹോസ്പിറ്റലാ? ഓൾക്ക് എന്ത് പറ്റിയാളിയാ? ടെൻഷൻ ആവാനൊന്നുമില്ല. അളിയന്റെ ഓർന്ന് വന്നതില് പിന്നെ അവൾക്ക് നേരത്തിന് ഊണും ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാവിലെ റൂം തുറന്നു നോക്കുമ്പോ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പട്ടിണി കിടന്ന് സമരം ചെയ്താൽ എന്റെ മനസ്സ് മാറുമെന്ന് തോന്നി. ഇത് ചിലപ്പോ ഓളെ നമ്പറാ വളിയാ. അളിയൻ പെങ്ങളൊന്ന് ശരിക്കും ഒന്നും കൂടെ വാച്ച് ചെയ്ത് നോക്ക്. കാര്യം അവൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഓളെ അഭിനയം നല്ല അളിയാ. ഓളെ ബോഡി നല്ല വീക്കാണെന്ന് ഡോക്ടർമാര് പറഞ്ഞു. അളിയൻ പെങ്ങളോട് വേണേൽ നേരത്തെ ഫുഡ് കഴിക്കാൻ പറ. പട്ടിണി കിടന്നോണ്ടൊന്നും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഇതിന് വേണ്ടിയിട്ട് എനിക്കാരും വിളിക്കുകയും വേണ്ട. ഓക്കെ? പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ എനിക്കും താല്പര്യമൊന്നുമില്ല. പിന്നെ ഇതിപ്പോ അളിയനും കൂടി അറിയേണ്ട ഒരു കാര്യം ഡോക്ടർ പറഞ്ഞോണ്ടാ ഞാൻ പള്ളിനെ വിളിച്ചത്. ഓളൊരു കാര്യം എനിക്ക് കേൾക്കണ്ട അളിയാ. കേട്ടതിന്റെ ഷോക്കൊന്നും ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലളിയാ. ഈ കാര്യത്തിന് അളിയനും കൂടി ഉത്തരവാദിയാണ്. ഞാനാ? എന്താ ആദി, എന്താ കാര്യം? എന്താ? ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. അത് ആദ്യം പറയേണ്ടത് അളിയനോടാണെന്ന് തോന്നി. എന്ത് കാര്യം? എന്താ അളിയന്റെ പെങ്ങള് പുതിയ നല്ലത് ഒപ്പിച്ചാ? കാര്യം എന്താ വെച്ചാല് കുഞ്ഞോളൊരു ഉമ്മയും അളിയനൊരു ഉപ്പയും ആവാൻ പോവാന്ന്. സത്യാണോ ആദി? വല്ലാഹി? മാഷാ അല്ലാഹ്. അതെ അളിയാ, ഡോക്ടർ ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാന് ആദ്യം അളിയനോട് പറയാന്ന് വിചാരിച്ചു. ഇനിയാണ് എനിക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് പറയാന്. ഞാൻ എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അളിയാ? ഏയ്, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തോ 2 ടെസ്റ്റും കൂടി നോക്കാണ്ടെന്ന് പറയും ഡോക്ടർ. എന്നാ അളിയാ വെച്ചോ, ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ഓക്കെ അളിയാ, ഇൻഷാ അല്ലാ.
കണ്ണുനീർ തളം കെട്ടിയ ഇവളുടെ മുഖത്തിന്ന് സന്തോഷത്തിന്റെ പുഞ്ചിരി വിടർന്നു. ഈ പുഞ്ചിരി ഇവളുടെ ജീവിതകാലം മുഴുവൻ ഇനി ഈ മുഖത്തുണ്ടാകുമോ, അതോ ഇത് മറ്റൊരു ദുരന്തത്തിന്റെ തുടക്കമാകുമോ? കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മാസ്സലാമ.